ശിവഗിരി എന്നത് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മുത്തച്ഛൻ എന്നെ തോളത്തെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ വീട് പനയറയാണ്. മുത്തച്ഛൻ്റെ പേര് പനയറ രാമകൃഷ്ണക്കുറുപ്പ്. സ്നേഹമുള്ളവർ, ആദരവുള്ളവർ കുറുപ്പ് സാർ എന്ന് വിളിക്കും. കടുത്ത ഗുരുദേവ ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയൊക്കെ ഒരുപാട് ശത്രുവായിട്ടുണ്ട്. ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. നല്ല സ്ഥലമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് സമാധിയുടെ അടുത്ത് കൊണ്ട് നിന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്പാനെ തൊഴുമക്കളെ, അമ്പാൻ ഈശ്വരൻ, ആ ഈശ്വരനെ തൊഴുമക്കളെ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ എന്നെ രക്ഷിക്കണേ അമ്പാനെ എന്ന് തൊഴുതു. അപ്പോഴെൻ്റെ മുഖത്ത് നോക്കി ഗുരു ചിരിച്ചു. ഞാനും നിഷ്കളങ്കമായി ചിരിച്ചു. ആ ചിരി ഇന്നും തുടരുന്നു. ഞാൻ ഇതുവഴി പോകുമ്പോഴും, നടന്നു പോകുമ്പോഴും, വണ്ടിയിലിരിക്കുമ്പോഴും, എവിടെ പോകുമ്പോഴും അവിടെ എത്തുമ്പം എൻ്റെ ശാരദാമ്മേ, എൻ്റെ ഗുരുദേവാ, പരമഗുരു കാത്തുകൊള്ളണേ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു ഗുരുദേവൻ 2 കൈയും കൂട്ടി എന്നെ അനുഗ്രഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിരവധി പ്രാവശ്യം ഈ സാഹിത്യ സമ്മേളനത്തിലും അതുപോലെ ഇവിടെയുമൊക്കെ എനിക്ക് പ്രഭാഷണം ചെയ്യാൻ പഠിച്ചത്. എന്നെ വിളിച്ചപ്പോൾ എൻ്റെ കുറേ ബിരുദങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. 10 വർഷമായി. മഹാഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. അതാണ് പരമസത്യം. മഹാഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, മഹേശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓർത്തു പോകുന്നു, ഞാൻ പിച്ചവച്ച കാലം മുതൽ ശിവഗിരിയിൽ വരുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് പഴയ സ്വാമിമാരെയാണ്. ഗീതാനന്ദ സ്വാമിയും, സുഗുണാനന്ദ സ്വാമിയും, മാധവാനന്ദ സ്വാമിയും, മഹാനുഭാവനായ സ്വാമി ശാശ്വതീകാനന്ദ സ്വാമിയും, അതുപോലെ ഹിമാലയ ശൃംഗങ്ങളിലിരുന്ന് ഈ പ്രകൃതിയെ മുഴുവൻ മനസ്സിലാവാഹിച്ചെടുത്ത പ്രകാശാനന്ദ സ്വാമിയെയും അങ്ങനെ ഓർത്ത് അവരുടെ പാദാംബുജങ്ങളിൽ പ്രണമിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ ഗുരുവിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം പറയുന്നു. 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ഞാൻ തൃപ്പാദങ്ങളിലൂടെ എന്ന ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. കൊടുതൂക്കിമല മുതൽ തലശ്ശേരി വിശ്വനാഥ ക്ഷേത്രം വരെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ മണ്ണുവിനെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് നമ്മളത് സഞ്ചരിച്ചിട്ടുണ്ട്. അത് പകർത്തിയെടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ കൊടുതൂക്കിമലയിൽ ഇരുന്നു കൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ തപസ്സിൻ്റെ ആ അദമ്യമായ ആ ശരീരത്തിനെ വിട്ടുകൊണ്ട് ആത്മാവിലിരിക്കുന്ന പുണ്യാത്മകമായ ഒരുപാട് സൂര്യന്മാർ ലയിച്ചിരിക്കുന്ന ആത്മാവിനെ അങ്ങ് പരബ്രഹ്മത്തിൽ ലയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സാമ്യതയില്ലാത്തൊരു മഹാഗുരു കൊടുതൂക്കിമലയിൽ ഇരുന്നു കൊണ്ട് ധ്യാനം നടത്തിയതൊന്ന് പോണം അവിടെ. ഈ ലോകം മുഴുവൻ ഒരൊറ്റ കണ്ണുകൊണ്ട് നമുക്ക് കണ്ടെത്താനെത്തുന്ന കൊടുതൂക്കിമല. ആ കൊടുതൂക്കിമലയിൽ നിന്ന് അദ്ദേഹം ഓടിയിറങ്ങി വന്നിട്ട് 1888 ശങ്കരൻകുഴി എന്നൊരു ശിലാഖണ്ഡം എടുത്തിട്ട് ദാ ഇവിടെ വച്ചിരിക്കുന്നു എൻ്റെ ശിവൻ, ശിവൻ, ശിവൻ. അന്ന് വരെ ഉണ്ടായിരുന്ന ക്രമിച്ചു കിടന്ന പല മാലിന്യങ്ങളും അരുവിപ്പുറത്തെ ആ നെയ്യാറിലൂടെ ഒഴുകി ഇല്ലാതായി അങ്ങ് അപ്പുറത്തേക്ക് പോയപ്പോഴേ അരുവിപ്പുറത്തിലെ ഓരോ ജലമണിക്കും ശുദ്ധി വന്നു, ജ്ഞാനത്തിൻ്റെ ശുദ്ധി വന്നു, മനുഷ്യ സ്നേഹത്തിൻ്റെ ശുദ്ധി വന്നു. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ. മനുഷ്യത്വമാണ് ഈശ്വരീയത. യഥാർത്ഥ മനുഷ്യൻ ഈശ്വരനാണ്. അതാണ് ഗുരുവിനെ മുമ്പിൽ നമ്മൾ നിർത്തിക്കൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ സഞ്ചാരം, തീർത്ഥാടനമെന്ന് പറയുന്നത് ശുദ്ധി വരുത്തൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശിവനെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ശിവൻ, ശിവൻ, ശിവൻ എന്ന വാക്ക് മാത്രം ഉച്ചരിച്ചുകൊണ്ട് കേവലമായി ശിവനെ ഉൾപ്പെടുത്തി കളയരുത്. ശിവമെന്നാൽ മംഗളകരം. ഗുരുദേവൻ ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് വീണ്ടും സഞ്ചരിച്ചു. ഏതിലേക്ക് സഞ്ചരിച്ചു? സദാശിവത്തിലേക്ക് സഞ്ചരിച്ചു. സദാശിവം എപ്പോഴും ഈ പ്രകൃതിയെ മംഗളകരമാക്കുന്നു. വീണ്ടും അദ്ദേഹം സഞ്ചരിച്ചു, പരമശിവനിലേക്ക് സഞ്ചരിച്ചു. ശിവൻ, സദാശിവൻ, പരമശിവൻ. അതാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉപാധിരഹിതമായ ജ്ഞാനത്തിൻ്റെ ആ മഹാപ്രഭയിൽ
നടരാജമൂർത്തിയിൽ, നടന രാജാവിൻ്റെ സവിധത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് സന്നിവേശിപ്പിച്ചുകൊണ്ടേയിരുന്നു. നമ്മളൊന്ന് സഞ്ചരിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചതും കുളത്തൂർ എന്ന സ്ഥലത്ത് മഹാദേവനെ പ്രതിഷ്ഠിച്ചതും തലശ്ശേരിയിൽ പ്രതിഷ്ഠിച്ചതും നാഗമ്പടത്തിരുന്നു കൊണ്ട് തീർത്ഥാടനത്തിൻ്റെ അനുമതി ചോദിക്കുവാൻ രണ്ടുപേർ വന്നപ്പോൾ കടുത്ത നിർദ്ദേശം നൽകിക്കൊണ്ട് ആ തീർത്ഥാടനത്തിന് അനുമതി നൽകിയതും എല്ലാം ശിവൻ ശിവൻ ശിവൻ. നമ്മൾ മനസ്സിലാക്കണം, വെറുതെ ശിവൻ എന്ന് പറഞ്ഞിട്ട് പോകരുത്. എത്ര ലോകമുണ്ടെന്നറിയോ ശിവന്? ഗുരുദേവൻ അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് ശിവശതകം എഴുതിയത്. ഗുരുദേവൻ 100 ശ്ലോകം എഴുതി. പ്രിയമുള്ളവരെ, ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗുരുദേവന്റെ കൃപാകടാക്ഷത്താൽ ദിവസം ഒരു ശിവശതകത്തിൽ നാരായണ ഗുരുദേവന്റെ ഒരു ശ്ലോകം ദിവസം വായിച്ചിട്ട്, കിഴക്കോട്ട് നോക്കിയോ വടക്കോട്ട് നോക്കിയോ ഇരുന്ന് വായിച്ചിട്ട്, ഗുരുദേവൻ കൽപ്പന ചെയ്തതിന് അതിൻ്റെ പാരമ്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ, മനസ്സിനെ സഞ്ചരിപ്പിച്ചെടുത്താൽ പുണ്യം നേടി സദാശിവമായി പരബ്രഹ്മത്തിലെത്തുന്നു നമ്മൾ. അതാണ് ശിവശതകം. ശിവശതകം, ആ ശിവശതകത്തിലെ ഓരോ ശ്ലോകവും വായിക്കണം. ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ല, ആത്മഹർഷമായിരുന്നു ശിവൻ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം ശിവനോട്, ആരാണ് ശിവൻ? ആലോചിച്ച് നോക്കണം, ആരാണ് ശിവൻ? നടനമൂർത്തിയാണ് ശിവൻ. ഈ പ്രപഞ്ചത്തിന്റെ താളക്രമം അത് വല്ലാതാകുമ്പോൾ അതിനെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിനെ ഒന്ന് തട്ടിക്കളിപ്പിച്ചെടുത്ത് മുറത്തിലിട്ട അമ്മമാർ അതിനെ നല്ലതുപോലെ കടഞ്ഞെടുത്തു വയ്ക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ തൻ്റെ നടനം കൊണ്ട്, നമ്മൾ ഈ കലണ്ടറിൽ കാണുന്ന ചിത്രം അങ്ങ് വിട്ടേക്കൂ, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം പരമശിവൻ. അതിനെ ഓരോന്നോരോന്നായി എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഡമരുകം ഇരിപ്പുണ്ട്. ആ ഡമരുകം എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോൾ, ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുണ്ട് ശിവതാണ്ഡവം എന്ന കവിതയിൽ, ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോൾ ഒരു സൈഡ് മറ്റൊരു സൈഡ്, രാവും പകലും, ഈ ലോകത്തിൽ പകലും രാത്രിയും ഉണ്ടാകുന്നു. അതിൽ തൊങ്ങലുകളായി കിടക്കുന്നത് ആകാശത്ത് വിരിയുന്ന നക്ഷത്രങ്ങൾ, ശിരസിൽ ഇങ്ങനെ ജടമുടിയിൽ ഇരിക്കുന്നത് ഗംഗ. ആ ഗംഗ കേവലമായ ഒരു ഗംഗയല്ല, ഈ പ്രപഞ്ചത്തിലേക്ക് ശുദ്ധമായ ജലമൊഴുകി വരുന്ന അതിൻ്റെ പ്രതീകമാണത്. അവിടെ ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട് ചന്ദ്രൻ. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ എന്ന് പേരിട്ടത്. ഗംഗ ഇരിക്കുന്നത് കൊണ്ട് ഗംഗാധരൻ എന്ന് പേരിട്ടു, കപാലീശ്വരൻ എന്ന് പേരിട്ടു. ആലോചിച്ചു നോക്കണം, അങ്ങനെയുള്ള സദാശിവനെ, ആ ഡമരുകം വച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ താളക്രമം തീരുമാനിക്കുന്ന സദാശിവനെ, പരമശിവനെ, ഈ പ്രപഞ്ചത്തിൽ സംഗീതഭാസുരമാക്കുന്ന സദാശിവനെ, ഈ പ്രപഞ്ചത്തിലെ സർവശക്തിയെയും ലയിപ്പിച്ചെടുക്കുന്ന ശിവശക്തി യോഗത്തിന്റെ പരമപ്രതീകമായ സദാശിവനെ, പരമശിവനെ 100 ശ്ലോകങ്ങൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു നമ്മുടെ മുമ്പിൽ. വായിച്ച് എത്ര എണ്ണം എടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കണം. 12:30 വരെ സംസാരിക്കൂ. എന്തെന്നറിയോ, നിങ്ങൾ എന്നെ വഴക്ക് പറയും, പിന്നെ ഗുരുപൂജ ഹാളിൽ കയറി ഇക്കാര്യത്തിനിരിക്കുമ്പോൾ നീട്ടിക്കൊണ്ട് പോണ്. അതിനല്ല, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ശിവശതകം ഒന്നെടുത്ത് വായിക്കണം. അതിനപ്പുറം അതിസൂക്ഷ്മം നമ്മൾ ത്രിലോകമെന്നാണ് പഠിച്ചിട്ടുള്ളത്. 14 ലോകമെന്നും പഠിച്ചിട്ടുണ്ട്. ആ 14 ലോകത്തിനപ്പുറം ഗുരുദേവൻ കൽപ്പന ചെയ്ത ശിവശതകത്തിലൂടെ ആത്മസഞ്ചാരം നടത്തിയാൽ 118 ലോകങ്ങളും നമുക്ക് കാണാം. ശിവന് 118 ലോകമുണ്ട്. ആലോചിച്ചു നോക്കണം, 118 ലോകമുണ്ട്. ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ. ആ ബ്രഹ്മാണ്ടങ്ങൾ വന്ന് തമ്മിൽ മുട്ടുമ്പോൾ ഒരു ശബ്ദം, ആ ശബ്ദത്തിൽ 7 കോടി മന്ത്രങ്ങൾ വിവേകാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട്. ഇവിടെ 7 കോടി മന്ത്രങ്ങൾ, 7 എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നാലോചിക്കണം. 7 എണ്ണമെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നാലോചിക്കണം. 7 കോടി മന്ത്രങ്ങൾ, ബ്രഹ്മാണ്ടങ്ങൾ പരസ്പരം വന്ന് മുട്ടുമ്പോൾ 7 കോടി ശബ്ദം. അത് മന്ത്രം. മനനാൽ ത്രായതേ ഇത് മന്ത്രഹ എന്ന് കേവലമായ അർത്ഥം പഠിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. മനസ്സിനെ രക്ഷിക്കുന്നത് മന്ത്രം. നമശിവായ, നമശിവായ, നമശിവായ. എന്താ നമശിവായ? നാ ഭൂമി, മാ വെള്ളം,
ഷി അഗ്നി, വാ വായു, യ ആകാശം. നാ ഭൂമി, മാ വെള്ളം, ഷി അഗ്നി, വാ വായു, യ ആകാശം. പഞ്ചഭൂതങ്ങളുടെയും അധിപൻ നമഃശിവായ, നമഃശിവായ, നമഃശിവായ. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാനെ നോക്കി 9 പ്രാവശ്യം നമഃശിവായ, നമഃശിവായ, നമഃശിവായ മന്ത്രം ജപിക്കാൻ പരിശ്രമിക്കൂ. ആത്മശുദ്ധീകരണം. രണ്ടാമത് ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. എപ്പോഴും ഇവിടെ മംഗളകരമായിരിക്കുന്നു. അങ്ങനെ മംഗളകരമാക്കി നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ഉള്ളിനെ ആവർത്തിച്ചു പറയുന്നു, ഉള്ളിനെ, ആത്മാവിനെ അകമറിയുന്നവൻ ആചാര്യൻ എന്ന് പറയുന്നത് കൊണ്ടാണ്. ആ ഉള്ളിനെ ശുദ്ധീകരിക്കുവാൻ ആരെ കൊണ്ടുവരണം? ശിവനെ. അതിനാണ് ശിവശതകം എഴുതിയത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്തതിലേക്ക് വരുന്നു.